നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തെക്കൻ കേരളം UDFിൻ്റെ വാട്ടർലൂ ആകും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ. തെക്കൻ കേരളമെന്ന് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളാണ്. ഈ ജില്ലകളിൽ UDFിന് മേൽക്കൈ ഉണ്ടായാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം കാണുകയുള്ളൂ. UDFിന് ഭരണം പിടിച്ചെടുക്കാനും ഭരണത്തിലേറാനും കഴിയുകയുള്ളൂ. അങ്ങനെ തെക്കൻ കേരളത്തിലെ 4 ജില്ലകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വാട്ടർലൂ ആകുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും വിലയിരുത്തൽ. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം അവർ ആ ജില്ലകളിലൊന്നും മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ UDFിൻ്റെ സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിച്ചാൽ അതുമതി ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഈ പറയുന്ന UDFിനെതിരെ ഉണ്ടാകാൻ. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അവർ ഈ ജില്ലകളിലൊന്നും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലടക്കം ബുദ്ധിപൂർവ്വം അവർ മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ UDFിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ ഉണ്ടായാൽ മാത്രമേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും അതുവഴി UDFിനും കോൺഗ്രസിനും ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുമുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചില കരുനീക്കങ്ങളാണ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെ അവർ പലപ്പോഴും മാറ്റി നിർത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിന് തെക്കൻ ജില്ലകളിൽ സീറ്റ് കൊടുക്കില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ലീഗിന് സീറ്റ് കൊടുത്താൽ ആ ഒറ്റ വിഷയത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ, ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടായ്മ UDFിനെതിരെ ഉണ്ടാകും. മാത്രമല്ല, ഈ കാസ പോലുള്ള സംഘടനകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ഈ പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവിടെ ലീഗിന് അല്ലെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ള തന്ത്രം UDFും കോൺഗ്രസും പ്രയോഗിക്കുന്നുണ്ട്. ഏതായാലും ഈ തെക്കൻ കേരളം എന്നത് UDFിൻ്റെ വാട്ടർലൂ ആണ് എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 24ഓളം നിയമസഭാ സീറ്റുകൾ UDFിന് പിടിച്ചാൽ മാത്രമേ അവർക്ക് ഭരണം ലഭിക്കുകയുള്ളൂ. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ഈ 5 ജില്ലകളിൽ നിന്നായി 24 മുതൽ 27 വരെയെങ്കിലും, കുറഞ്ഞത് 24 സീറ്റെങ്കിലും, നിയമസഭാ സീറ്റെങ്കിലും പിടിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമേ UDFിന് ഭരണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തെ UDFിൻ്റെ വാട്ടർലൂ എന്നൊക്കെ എല്ലാവരും പറയുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് BJPയുടെ വോട്ടിംഗ് ശതമാനം ഉയർന്നാൽ അത് UDFിന് വലിയ തിരിച്ചടിയാവും. BJPയുടെ വോട്ടിംഗ് ശതമാനം പരമാവധി ഉയർത്താതിരിക്കുക എന്ന തന്ത്രത്തിലാണ് ഇപ്പോൾ UDF ഊന്നൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കൊന്നും ഈ പറയുന്ന പോലെ സ്ഥാനാർത്ഥിത്വം നൽകായിരുന്നത്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തെക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും നിർത്തിയാൽ പിന്നെ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാവും. ക്രൈസ്തവ വോട്ടുകൾ പോലും BJPയിലേക്ക് തിരിഞ്ഞു പോകും, മറിഞ്ഞു പോകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇനി ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ട് UDFിൻ്റെ സ്വതന്ത്രമായിട്ടോ കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നത്തിലോ മത്സരിക്കട്ടെ, തങ്ങൾ പിന്തുണയ്ക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നതും കേരള കോൺഗ്രസുകൾ പറയുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ, ലീഗിൻ്റെ ചിഹ്നത്തിൽ ലീഗ് സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ അതുമതി കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അടിവേര് തോണ്ടാൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നും തെക്കൻ കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് തെക്ക് നിന്ന് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും, അങ്ങനെ വരുമ്പോൾ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള നല്ല ധാരണ തന്നെ UDF നേതൃത്വത്തിനുണ്ട്. അതിൽ ആരെയും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗിന് തെക്കോട്ട് സീറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് UDFും കോൺഗ്രസും വളരെ ബോധവാന്മാരാണ്. ലീഗ് പോലും ബോധവാന്മാരാണ്. കാരണം അവിടെ ഈ ലീഗ് സ്ഥാനാർത്ഥിക്ക് ഒരു മത്സരിക്കാൻ ഇടം കൊടുത്താൽ ഒരുപക്ഷെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ, ഇതിനു മുമ്പൊക്കെ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാറുണ്ടെങ്കിലും ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ തെക്കൻ പ്രദേശങ്ങളിൽ ലീഗിന് ഒരു പ്രാമുഖ്യം കൊടുത്താൽ അത് തിരിച്ചടിയാകുമെന്നുള്ള ഭയം UDFിന് നന്നായി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപൂർവ്വം അവർ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും തെക്കൻ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വിജയം അത് UDFിനെ സംബന്ധിച്ചിടത്തോളം പ്രാണവായു പോലെയാണ്. അത് ഉദ്ദേശ രീതിയിൽ വന്നില്ല എങ്കിൽ UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീഴുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് ലീഗിൻ്റെ അല്പം അനിഷ്ടം വാങ്ങിച്ചിട്ടായാലും ശരി, അല്പം അനിഷ്ടം നേടിയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ലീഗിനെ അല്പം ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടായാലും ശരി, തെക്കൻ പ്രദേശങ്ങളിൽ UDFിന് ഒരു മേൽക്കൈ ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹം ആ മുന്നണിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനുമുണ്ട്. അതുകൊണ്ട് ലീഗിനോട് സോറി പറഞ്ഞുകൊണ്ട്, ഇപ്രാവശ്യം ക്ഷമിക്കണം, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നുള്ള സോറി പറഞ്ഞുകൊണ്ട് തന്നെ ലീഗിൻ്റെ അധികം സ്ഥാനാർത്ഥികൾ അവരവിടെ നിർത്താൻ സമ്മതിക്കാതിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തെക്കൻ പ്രദേശങ്ങളിൽ UDF വീണാൽ പിന്നെ ഇനിയൊരു തിരിച്ചുവരവ് കേരളത്തിൽ UDFിനില്ല.